ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിക്രമിന് വേണ്ടി വാദിക്കാൻ വക്കീലല്ലെന്ന് പറയുമ്പോൾ രാജേട്ടനും വിക്രത്തിന്റെ ഫ്രണ്ട്സിനും സങ്കടാകും. എന്നാ വിക്രം സ്ട്രോങ് ആയി നിൽക്കുക. ജഡ്ജി തോന്നുന്ന പോലെ വിധിക്കട്ടെ, എനിക്ക് ഭയമൊന്നുമില്ല. ശ്രീനി സാർ പറയും, വിക്രം ബാലൻ സാർ പറയുന്നത് വേറൊരു കാര്യമാണ്. അങ്ങനെ ബാലൻ സാർ പറയും, മോനെ സംഭവിച്ചത് എന്താന്ന് മോൻ വേദയോട് പറയും. ആ കുട്ടി അതോടെ മൊഴി മാറ്റും. വിക്രം പറയും, അത് വേണ്ട ബാലൻ സാറേ, അവളുടെ മൊഴി അവളുടേതായിട്ട് തന്നെ തുടരട്ടെ. നമ്മൾ നിർബന്ധിച്ചിട്ട് അതിൽ മാറ്റം വേണ്ട. എങ്ങാണം പ്രോസിക്യൂഷന്റെ ചോദ്യത്തിനു മുന്നിൽ അവൾ പതറുകയും കാരണം പുറത്തറിയുകയും ചെയ്താലും വീണ്ടും അവളുടെ പേര് തന്നെയല്ലേ പുറത്തു വരാൻ പോകുന്നത്. അതുകൊണ്ട് കോടതി എന്നെ വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ? ശിക്ഷിക്കാൻ എനിക്കെന്താ അവകാശം എന്നായിരിക്കും കോടതി ചോദിക്കാൻ പോവാ. അപ്പോഴും ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരും. എന്നാ പിന്നെ ആരും ഒന്നും അറിയാതെ ജയിലിലേക്ക് പോയാ പോരെ. ബാലൻ സാർ ധൈര്യമായിട്ടിരിക്കേ എന്ന് പറഞ്ഞ് ശ്രീനി സാറെ നോക്കുന്ന മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് വിക്രം പോലീസുകാരുടെ കൂടെ അവിടുന്ന് കോടതിയിലേക്ക് പോവാണ്. ഇതേസമയം കമലയും ശ്രീജയും അവിടെ വന്ന് ഇരിപ്പുണ്ട്. വിക്രത്തിനെ കമല കാണുമ്പോ മോനെ എന്ന് വിളിച്ച് അടുത്തേക്ക് ഓടിച്ചില്ല. കവിളിലൊക്കെ കൈവച്ച് ദേഹത്തൊക്കെ ഇങ്ങനെ തൊട്ടു നോക്കുകയാണേ. വിക്രം ഇങ്ങനെ ചെറുതായി ചിരിക്കും. അങ്ങനെ പോലീസുകാരെ അവിടുന്ന് വിക്രമിനെ കൊണ്ടുപോകും. അപ്പോഴേക്കും ശ്രീനി സാർ അങ്ങോട്ട് വരും. കമലയ്ക്കും, എന്തായി ശ്രീനി സാറെ, വക്കീൽ എന്തെങ്കിലും പറഞ്ഞോ? ഇന്ന് നമുക്ക് അവന് ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമോ? ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ അമ്മയ്ക്ക് പേടിയാകും. എന്താ സാറേ? അത് പിന്നെ നമ്മുടെ വക്കീല് വക്കാലത്ത് ഒഴിഞ്ഞു. അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. എന്ന് വെച്ചാൽ അയാൾ ഇനി നമുക്ക് വേണ്ടി വാദിക്കില്ല. അത് കേൾക്കുമ്പോ അമ്മ നെഞ്ചത്ത് കൈവച്ചു പോവും. അപ്പൊ ഇനി എന്ത് ചെയ്യും? ശ്രീനി സാർ പറയും, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. കോടതി ഡിഫൻസ് വക്കീലിന്റെ ഫൈനൽ ഡിസിഷൻ എന്താന്ന് ചോദിക്കും. അപ്പൊ അമ്മ മുന്നോട്ട് വന്നേ, വക്കീൽ വക്കാലത്ത് ഒഴിഞ്ഞെന്നും പുതിയ വക്കീലിനെ കണ്ടെത്താൻ സമയം വേണമെന്നും പറയണം. അപ്പൊ കോടതി 1-2 ആഴ്ച അനുവദിക്കും. ആ സമയം കേരളത്തിന് പുറത്തുനിന്നോ ഉള്ളുന്നോ ഞാൻ പുതിയൊരു വക്കീലിനെ എത്തിച്ചിരിക്കും. വിക്രം പുറത്തു വരികയും ചെയ്യും. അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. അപ്പൊ ഇനി അത്രയും ദിവസം കൂടെ അവനകത്ത് കിടക്കണം. ശ്രീനി സാർ പറയും, നമ്മൾ ഇതിൽ ഇന്ന് ഇടപെട്ടിട്ടില്ലെങ്കിൽ വിധി അവനെതിരാകും. ഈ സമയത്ത് കരഞ്ഞിരുന്നാൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. അമ്മ ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുമ്പോ വേദ അങ്ങോട്ട് പോകുന്നത് കാണാ. അപ്പൊ അമ്മയ്ക്ക് ദേഷ്യവും കൊണ്ട് കൂടും. ഞാൻ പറയും സാറേ, എവിടുന്ന് വക്കീലിനെ കൊണ്ടുവന്നിട്ടാണെങ്കിലും വേണ്ടില്ല, സാറിന്റെ മകനെ ഇറക്കി തന്നാ മതി. ഇവളുടെ മൊഴിയുടെ ബലത്തിൽ എന്റെ മകൻ ജയിലിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ എല്ലാവരും ഇപ്പോ കോടതിക്ക് അകത്ത് കയറിയിരിക്കണേ. അങ്ങോട്ട് നന്ദിനിയും വന്നിട്ടുണ്ട്. 11 മണിയായി സമയം. മറ്റൊരു ബെഞ്ചിൽ വേദയും അതുപോലെ MLAയും ശ്രീനി സാറും എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. വേദയും അമ്മയും ഇങ്ങനെ നോക്കുമ്പോ അമ്മ ദേഷ്യത്തിലാണ് വേദയെ നോക്കുന്നത്. വിക്രമിനെയും അവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ശങ്കരനാരായണൻ ജഡ്ജി വരുമ്പോ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. യെസ് എന്ന് പറയുമ്പോ കേസ് വിളിക്കുകയാണ്. വിക്രം അവിടെ വന്ന് നിൽക്കും. ജഡ്ജി വയ്ക്കും, നിങ്ങളുടെ വക്കീലെ രാമൻ നായരെ വക്കാലത്തൊഴിയാണെന്ന് ഇവിടെ നോട്ടീസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ വക്കീലുണ്ടോ? വിക്രം ഇല്ലെന്ന് പറയണേ. വേദങ്ങനെ വിക്രത്തിനെ നോക്കുന്നുണ്ട്. അപ്പൊ അമ്മ ശ്രീനി സാറ് നോക്കും. അങ്ങനെ കമല അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോ തന്നെ വേറൊരു വക്കീൽ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയും, വക്കാലത്ത് ഏറ്റെടുത്തിട്ടുണ്ട് സാർ. അത് കേൾക്കുമ്പോ എല്ലാവരും ഞെട്ടും. പരസ്പരം നോക്കണേ. അവരെ അത്ര വലിയ പ്രമുഖയൊന്നുമല്ല, ഒരു ലേഡി വക്കീലാണ്. അവരെ ആ വക്കാലത്ത് കൊണ്ടുവന്ന് കൊടുക്കുക. ജഡ്ജി വയ്ക്കും, താനാണോ? അല്ല സാർ, സീനിയറാണ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. ആരാണെന്നറിയാൻ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുമ്പോ ദർശൻ അങ്ങോട്ട് വരിക. ദർശനം കാണുന്നതും വിക്രം ആദ്യം ഞെട്ടും. പിന്നെ ജഡ്ജും വേദയും അമ്മയും എല്ലാവരും ഞെട്ടി പരസ്പരം നോക്കുക. എന്നിട്ട് പറയും, അവളെ ക്രോസ് ചെയ്യാൻ പോകുന്നത് പഴയ കാമുകനാണല്ലോ ശ്രീചേട്ടത്തി. ഇനി എന്തായാലും ഒന്ന് കൊഴുക്കും എന്ന് നന്ദിനി പറയുമ്പോ ശ്രീജ പറയും, മിണ്ടാതിരിക്കി. അങ്ങനെ നല്ല സ്റ്റൈലായി ദർശൻ അങ്ങോട്ട് കോട്ടൊക്കെ ഇട്ട് വരികയാണ്. യുവർ സുപ്രീം കോടതിയിലെ ഒരു അപ്പീലുണ്ടായിരുന്നു. ഇന്ന് വെളുപ്പിനെയുള്ള ഫ്ലൈറ്റിലാ വന്നത്. അതുകൊണ്ട് അല്പം ലേറ്റായി. ഈ സമയം പ്രോസിക്യൂട്ടർ അടുത്ത് വേറൊരാളേക്കും, ഇനിയിപ്പോ എന്താവാൻ അല്പം പണി കൂടുതൽ എടുക്കേണ്ടി വരും, നോക്കാം എന്നവര് സ്വകാര്യം പറയാം. ശങ്കരനാരായണൻ ചോദിക്കും, ക്രോസ് സ്റ്റാർട്ട് ചെയ്യല്ലേ? ദർശൻ പറയും, എനിക്ക് ഈ കേസിന്റെ ഡീറ്റെയിൽസ് ഇന്ന് രാവിലെയാണ് കിട്ടിയത്. അതുകൊണ്ട് വിശദമായി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കേസ് പ്രോപ്പറായി പഠിച്ച് പ്രസന്റ് ചെയ്യാൻ കുറച്ച് സമയം അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹൗ മെനി ഡേയ്സ് എന്ന് നോക്കിയപ്പോൾ ദർശൻ പറയും, 1 ഡേ. ജഡ്ജി പറയും, ശരി, ഡേ ആഫ്റ്റർ ടുമാറോ 28ന് തുടരാം എന്ന് പറഞ്ഞ് ഈ കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ കോടതി പിരിഞ്ഞു. വേദ ഇങ്ങനെ സംശയത്തോടെ പുറത്തേക്ക് വരികയാണേ. പിന്നാലെ ദർശനും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകുമ്പോ വേദ വിളിക്കുക, ദർശൻ ഒന്നങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ചങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാനായിട്ട് പോവാണേ. അവിടെ എത്തിക്കഴിഞ്ഞാൽ വേദ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നോക്കുമ്പോ ദർശൻ ചോദിക്കും, എന്താ വേദ കാര്യം? വേദ പറയും, ഐ ആം ദി സെയിം ക്വസ്റ്റ്യൻ. എന്താ ദർശ കാര്യം? ദർശൻ പറയും, എനിക്ക് മനസ്സിലായില്ല. വേദ പറയും, ഞാൻ ഈ കേസിലെ സാക്ഷിമൊഴി നൽകുന്നതിന് എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. ഈ കേസിലെ ഡിഫൻസ് വക്കീലായി വക്കാലത്ത് ഏറ്റെടുക്കുന്നതില് എനിക്കും എന്റേതായിട്ടുള്ള കാരണങ്ങളുണ്ടെന്ന് കരുതിക്കോളൂ എന്ന് ദർശനും പറയും. വേദയ്ക്കും അതെന്താണെന്നാ ഞാൻ ചോദിച്ചത്. ദർശൻ പറയും, ഞാൻ വാദിക്കുന്നത് പ്രതിക്ക് വേണ്ടിയാണ്. വാദിയുടെ പ്രൈം വിറ്റ്നസിനോട് ഞാൻ എന്തിന് കാര്യങ്ങൾ വിശദീകരിക്കണം? ആ വാസ്തവൻ MLAക്ക് വേണ്ടി ഏത് വിധേനയും വിക്രമിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ പുതിയ നാടകം എന്ന് വേദ ചോദിക്കുമ്പോ
ദർശൻ പറയും നാടകമാണെങ്കിലും കഥാപ്രസംഗമാണെങ്കിലും ഇപ്പൊ എനിക്കതൊന്നും വേദയോ വിശദീകരിക്കേണ്ടതില്ല. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് പോലും ഇപ്പൊ ശരിയല്ല. നാളെ കേസിലെ വാസ്തവൻ MLA പരാജയപ്പെട്ട നമ്മൾ തമ്മിൽ ഒത്തുകളിച്ചു എന്ന് വരെ പറഞ്ഞുണ്ടാക്കും. അതിന്റെ ആവശ്യമില്ലല്ലോ. എന്നാ ശരി എന്ന് പറഞ്ഞേ ദർശൻ ഇവിടുന്ന് പോവാണേ. വേദ സംസാരിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിലും ദർശൻ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. അതിനുശേഷം അല്പസമയം കഴിഞ്ഞാലേ അമ്മയും ശ്രീജയും നന്ദിനിയും പുറത്തുണ്ട്. ശ്രീജ പറയും ഇനി പേടിക്കാനില്ല അമ്മേ. ഏറ്റെടുത്തിട്ടുള്ള ഒരു കേസും ഇന്നേ വരെ തോൽക്കാത്ത ആളാണ് ദർശൻ വക്കീലെന്നാ കേട്ടിട്ടുള്ളത്. ആളെന്തായാലും വിക്രമിന് വേണ്ടി ഹാജരായ സ്ഥിതിക്ക് ജാമ്യം ഉറപ്പായിരിക്കും. നന്ദിനിക്കും അല്ല ഈ രാമൻ വക്കീല് മാറിയിട്ട് ദർശൻ വക്കീല് വന്നത് മറ്റൊരു കെണിയായിരിക്കോ? ശ്രീ ചോദിക്കും എന്ത് കെണി എന്തിന് എന്ന് ശ്രീ ചോദിക്കുമ്പോ നന്ദിനി പറയും അല്ല നമ്മുടെ വിക്രമിനോട് ദർശൻ വക്കീലിനെ ഇത്ര പെട്ടെന്ന് അടുപ്പം തോന്നാൻ എന്തായിരിക്കും കാരണം അതറിയണ്ടേ? ശ്രീജ പറയും വിക്രമിന്റെ ഭാഗം വാദിക്കാൻ വന്നത് എന്തായാലും അവനെ കൊടുക്കാൻ വേണ്ടിയിട്ടാവില്ലല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ വരാതിരുന്നാ പോരായിരുന്നോ? നന്ദിനി ആകെ പ്ലിങ്ങാവും. അല്ല ശ്രീചേർത്തി ഈ ദർശൻ വക്കീലെ മുമ്പ് വേദയെ കല്യാണം കഴിക്കാനിരുന്ന ആളല്ലേ? ആ ആൾക്ക് ഇത്ര പെട്ടെന്ന് വിക്രമിനോട് ഇഷ്ടം തോന്നാനുള്ള കാരണം എന്തായിരിക്കും ആലോചിച്ചതാ? അമ്മ പറയും ഇനിയിപ്പോ അതിനെക്കുറിച്ച് ആലോചിച്ച് ആരും വിഷമിക്കണ്ട. ഈ കേസിലെ വിക്രം കുറ്റക്കാരനല്ലെന്ന് വക്കീലിന് തോന്നിക്കാണും. കാരണമില്ലാതെ എന്റെ മോൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്ന് ബോധ്യപ്പെട്ട് കാണും. അവന്റെ കൂടെ കഴിയുന്നവർക്ക് ബോധ്യപ്പെടാത്തത് അന്യൊരാൾക്ക് തോന്നിയല്ലോ. ഞാൻ അക്കാര്യത്തിലാ ദൈവത്തിനോട് നന്ദി പറയുന്നത്. നന്ദിനി പറയും ഒന്നോർത്താൽ അതും ശരിയാ. ചിലപ്പോ വേദ ചെയ്തത് തെറ്റായെന്ന് തോന്നിയപ്പോ ഒരിക്കൽ തേച്ചിട്ട് പോയവൾക്ക് ഒരു പണി കൊടുക്കാനായിട്ട് ദർശൻ വക്കീല് വന്നതായാലും പോരെ അല്ലേ അമ്മേ? ഇത് കേൾക്കും അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രീജയ്ക്കും ഇവരുടെ മുഖം കാണുമ്പോൾ നന്ദിനി പറയും അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾ ആരെങ്കിലും കോടതിയിൽ വെച്ച് വേദയുടെ മുഖത്ത് നോക്കിയായിരുന്നോ? ഇല്ല എന്ന് അവര് പറയുമ്പോ നന്ദിനി പറയും എന്നാ ഞാൻ നോക്കി. അവളുടെ മുഖേ ദർശൻ വക്കീല് വന്നപ്പോ വിറകടിപ്പിൽ വെച്ച ചട്ടി പോലെ ആയിട്ടുണ്ട്. പേടിച്ച് കറുത്ത് കരിവാളിച്ച് ആ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. വിക്രമിനെ ജയിലിലേക്ക് അയക്കാനുള്ള പ്ലാന് മുഴുവനും പോയല്ലോ എന്ന് ഓർത്ത ഒരു വിഷമം ഉണ്ടായിരുന്നു അവളുടെ മുഖത്ത്. ശ്രീചേർത്തിക്കും എന്തിനാ നന്ദിനി വേണ്ടാത്ത പറയുന്നേ? നിന്റെ പറച്ചിലേട്ടാ വേദ വിക്രമിനെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ കേസാണിതെന്ന് തോന്നുമല്ലോ. നന്ദിനിക്കും അങ്ങനെയും പറയാലോ. ശ്രീജയ്ക്കും എന്തേ വേദ പറഞ്ഞിട്ടാണോ വിക്രം അടി ഉണ്ടാക്കിയത്? അതല്ല, പക്ഷേ ഈ വിക്രം അടി ഉണ്ടാക്കുന്നത് അവൾ ആദ്യമായിട്ടാണോ കാണുന്നത്? അല്ലല്ലോ. ഓർക്കുന്നുണ്ടോ പണ്ടൊരിക്കല് ഒരുപാട് ഗുണ്ടകൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന് പിടിച്ചോണ്ട് പോകാൻ നോക്കിയപ്പോ നമ്മളെല്ലാരും കൂടെ ഓടിച്ചു വിട്ടത്? അന്ന് രാത്രി വിവരം അറിഞ്ഞപ്പോ എന്താ ഉണ്ടായത്? വേദയുടെ കൈ പിടിച്ച് ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോയില്ലേ വിക്രം? എന്നിട്ട് അവളുടെ മുന്നിൽ വെച്ച് എല്ലാവരെയും അടിച്ച് പരിപ്പിളക്കിയില്ലേ അവരുടെയൊക്കെ? എന്നിട്ട് പിറ്റേ ദിവസം അവൾ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ? എന്റെ നന്ദിനിയെടുത്തി സിനിമ ഫൈറ്റ് കാണുന്നത് പോലെ ആയിരുന്നു. അവരെ അടിച്ച് താഴെ ഇട്ടിട്ട് അവളെ ചേർത്ത് പിടിച്ച് പറയുവാ ആണാണെങ്കിൽ തൊടടാ ഇവളെന്ന്. അവളാകെ കോരി തരിച്ചത്രേ അത് കേട്ടപ്പോ. അന്ന് അത് കണ്ട് കോരി തരിച്ചവൾക്ക് ഇന്ന് വിക്രം തല്ലുന്നത് കണ്ടപ്പോ എന്താ ഇത്രയ്ക്ക് കുഴപ്പം? ശ്രീജ പറയും വിക്രമിന് ജാമ്യം കിട്ടുന്നതും കേസിൽ നിന്ന് ഊരിപ്പോരുന്നതും നല്ലത് തന്നെ. പക്ഷേ വേദ വിക്രമിനെ അപായപ്പെടുത്താനാണ് മനഃപൂർവ്വം സാക്ഷി പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവള് സത്യം പറയുന്ന കുട്ടിയാ. കണ്ടത് പറയാതിരിക്കാൻ അവൾക്കാവുന്നില്ലെന്നേ ഉള്ളൂ. നന്ദിനി പറയും അയ്യടാ ഒരു ശീലാവതി. എന്തിനാ ശ്രീചേർത്തി എന്തുണ്ടായാലും അവളെ മാത്രം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? വേദ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങളെ അവളുടെ ഭാഗത്ത് നിന്നല്ലേ ബാറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ശ്രീജ പറയും അങ്ങനെയല്ല നന്ദിനി, നമ്മള് കരുതുന്നതിന് അപ്പുറത്തായിരിക്കും ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ. ഇപ്പൊ നോക്ക്, വേദ ദർശനെ ഉപേക്ഷിച്ചാ വിക്രമിനോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയത്. എന്നിട്ടൊരു പ്രശ്നം വന്നപ്പോ ദർശൻ വിക്രമിന്റെ കൂടെ നിൽക്കുന്നില്ലേ? അപ്പോ നമ്മൾ കാണുന്നതിനും അപ്പുറത്തായിരിക്കും ശരിക്കുള്ള കാര്യം എന്നല്ലേ അർത്ഥം? ഇത് കേൾക്കുമ്പോ അമ്മയ്ക്ക് ആകെ എന്ത് പറയണമെന്നറിയില്ല. മതി, ഇനിയിപ്പോ അവള് ചെയ്ത ന്യായത്തെയും അന്യായത്തെയും കുറിച്ച് നിങ്ങൾ തമ്മിൽ തർക്കിക്കണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മകനെ ജയിലിൽ അയക്കാൻ തീരുമാനിച്ചവൾ അവള്. അത് പൊറുക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ നന്ദിനിക്ക് സന്തോഷാകും. അതാണ്. അപ്പോഴായിരിക്കും ദർശൻ വരുന്നത് കാണുന്നത്. ദർശൻ വക്കീല് വരുന്നുണ്ട്. കമല അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ വിക്രമിന്റെ അമ്മയാ. ദർശൻ പറയും എനിക്കറിയാം. ഒരുപാട് നന്ദിയുണ്ട് സാർ എന്ന് പറഞ്ഞ് കൈകൂപ്പി സംസാരിക്കണേ. ശരി എന്ന് പറഞ്ഞ് ദർശൻ പോകാൻ തുടങ്ങുമ്പോ നന്ദിനി ചോദിക്കും സാർ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സാർ വിക്രമിന് വേണ്ടി ഹാജരാവാൻ കാരണം എന്താ? ദർശൻ പറയും ഒരു വക്കീലിനെ എല്ലാവരുടെയും എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ദർശനോടൊന്ന് പോവാണേ. നന്ദിനി ആകെ ചമ്മിപ്പോവും. ശ്രീജ വിചാരിക്കും അതാണ് ശരി, എല്ലാവർക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ കഴിയില്ല. അതായത് മറ്റുള്ളവർ കാണാത്ത എന്തോ ഒന്ന് ഉണ്ടെന്നല്ലേ അതിനർത്ഥം? അത് തന്നെയല്ലേ വേദ പറഞ്ഞതും എന്നൊക്കെ ആലോചിച്ച് നിൽക്കാണ്. ഇതേ സമയം വിക്രത്തിനെ പോലീസുകാരെ തിരികെ സബ് ജയിലിലേക്ക് കൊണ്ടുപോവാണേ. ഇത് വേദ കാണാ. സാർ എനിക്ക് വിക്രത്തോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് അടുത്ത് ചെല്ലും. സിഐക്കും വാദിയുടെ സാക്ഷിക്ക് പ്രതിയോട് സംസാരിക്കണം എന്നോ? സാക്ഷിയായിട്ടല്ല സാർ, വിക്രമിന്റെ ഭാര്യയായിട്ടാണ്. സിഐ കളിയാക്കിട്ട് വയ്ക്കും ഓഹോ ഇത്രയൊക്കെ ആയിട്ടും ആ പദവി ഇപ്പോഴും ഉണ്ടല്ലേ സാർ പ്ലീസ്. അപ്പോ സിഐ പറയും ആയിക്കോട്ടെ, ഞങ്ങളായിട്ട് അതിന് തടസ്സം നിൽക്കുന്നില്ല. ചെല്ലടാ, എന്റെ ഭാര്യയല്ലേ വിളിക്കുന്നത്,
അങ്ങനെ വിക്രമും വേദയും കൂടെ അവിടെ നിന്ന് കുറച്ച് മാറി നിന്ന് സംസാരിക്കുകയാണ്. വേദ പറയും, എന്നോട് ദേഷ്യം ഉണ്ടെന്ന് എനിക്കറിയാം. വിക്രം പറയും, അയ്യോ ഇല്ല. ഝാൻസി റാണി, ലക്ഷ്മിബായ്, സരോജിനി നായിഡു തുടങ്ങിയ മഹതികളായ വനിതാ രത്നങ്ങളോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് സത്യം സംരക്ഷിക്കാനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന നിന്നോടും. വേദ പറയും, പരിഹസിക്കരുത്. ഒട്ടുമല്ല. എനിക്ക് ജീവപര്യന്തം തടവ് വാങ്ങിച്ചു തരാൻ നീ മുന്നിട്ട് നിൽക്കുന്നതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത്രയും കാലം നിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കാലോ. വേദ പറയും, സമ്മതിച്ചു. ഒരു കാര്യമെങ്കിലും എന്നോട് സത്യം പറയോ? ഇത്രയും ക്രൂരമായി ആ ചെറുപ്പക്കാരനോട് നിങ്ങൾ പെരുമാറിയത് എന്തിനായിരുന്നു? വിക്രം വാക്ക് കിട്ടാതെ തപ്പി പിടയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചായ കുടിക്കുന്നതിനിടയിൽ മുഴുവിപ്പിക്കുമ്പോഴേക്കും വേദ പറയും, നുണ പറയുമ്പോ വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം. വിക്രം പറയും, കോടതിക്ക് വേണ്ടത് വിവരവും തെളിവുമാണ്, അല്ലാതെ സത്യവും യാഥാർത്ഥ്യവും അല്ല. വേദ പറയും, ഞാൻ കോടതിയല്ലല്ലോ. വിക്രം പറയും, കോടതി സത്യത്തെ കാണുന്നത് ദൃക്സാക്ഷിയിലൂടെയാണ്. അപ്പൊ കോടതിയുടെ കണ്ണിപ്പോ നീയാണ്. വേദ പറയും, എന്നെ തോൽപ്പിക്കാനായി ദർശൻ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ എത്തില്ല. അപ്പൊ അതിനു പിന്നിൽ ശക്തമായൊരു കാരണം ഉണ്ടാകും. വിക്രം പറയും, ഉണ്ടല്ലോ. ഇന്ന് എയർപോർട്ടിൽ നിന്ന് വരുമ്പോ വണ്ടി കേടായി. പെരുമഴയത്തെ വണ്ടി നന്നാക്കാൻ പറ്റാതെ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ രാജേട്ടനും ജോസഫും അതുവഴി പോയത്. അപ്പൊ അവരാ വണ്ടി നന്നാക്കി കൊടുത്തു. എന്താ പ്രതിഫലമായി വേണ്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക് വേണ്ടി ഹാജരാവണമെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ടാ ഫയല് പോലും നോക്കാതെ വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തത്. വേദയ്ക്ക് ഇത് കേൾക്കുമ്പോ ദേഷ്യം വരുന്നുണ്ട്. ഈ കേസിൽ വിധി മിക്കവാറും നിങ്ങൾക്കെതിരാകും. അതോടെ കോടതി പറയുന്ന അത്രയും കാലം നിങ്ങൾ അകത്തുപോയി കിടക്കേണ്ടി വരും. എന്നിട്ടും ഈ ചളി കോമഡി പറയാനുള്ള മനസ്സ് കൈവിട്ടില്ലല്ലോ. അസലായി. അത് കേൾക്കുമ്പോ വിക്രം ചിരിക്കുക. ഞാൻ നിങ്ങൾക്കെതിരെ മൊഴി കൊടുത്തത് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയോ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയോ അല്ല. അതാദ്യമൊന്ന് മനസ്സിലാക്കോ. വിക്രം ചോദിക്കും, പിന്നെന്തിനാണ്? വേദ പറയും, പറയാം. ഈ കേസിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ അപ്പോഴേക്കും CA അങ്ങോട്ട് വന്നിട്ട് പറയും, മതി മതി, ഇത്രയും സംസാരിച്ചത് മതി. ഇനി എന്തെങ്കിലും മിണ്ടണമെന്ന് തോന്നുന്നുണ്ടെങ്കിലേ നേരെ സെൻട്രൽ ജയിലിലേക്ക് വന്നാൽ മതി. അവിടെ സന്ദർശകർക്ക് കൃത്യമായ സമയമുണ്ട്. പെങ്ങള് ചെല്ല്, നടക്കടാ എന്ന് പറഞ്ഞ് വിക്രമിനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോവാണേ. വേദയുടെ കണ്ണ് നിറയുന്നുണ്ട്. വിക്രം നോക്കുമ്പോ വേദ ഇങ്ങനെ കരഞ്ഞ് തലതാഴ്ത്തി നിൽക്കുക. അങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടാ വിക്രം അവിടുന്ന് പോകുന്നത്. അങ്ങനെ അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ. പോകുന്നതിനനുസരിച്ച് ശേഷം അല്പസമയം കഴിഞ്ഞ് ദർശൻ അവിടെ കോടതി വളപ്പിൽ തന്നെയുണ്ട്. ചായ കുടിക്കുക. ഹലോ ഒന്ന് പറഞ്ഞുകൊണ്ട് MLAയും MLAയുടെ കൂട്ടരും അങ്ങോട്ട് വരിക. സുഖല്ലേ? ദർശൻ പറയും, സുഖമായിട്ടിരിക്കുന്നു വാസ്തവൻ സാറേ. എല്ലാ പഴുതും ഒഴിവാക്കാൻ വേണ്ടിയാ അവസാനം രാമൻ നായരെ അവിടെ നിന്ന് ഒഴിവാക്കിയത്. അപ്പോഴേക്കും ആരെയും അറിയിക്കാതെ സാറ് വന്ന് കയറിയല്ലേ. ദർശൻ പറയും, ജീവിതം അങ്ങനെയല്ലേ MLA സാറേ. നനച്ചിരിക്കാത്ത കടന്നുവരവുകളെ എപ്പോഴും വേണമെങ്കിലും ഉണ്ടാകാം. MLA പറയും, പക്ഷേ സാറ് കടന്നു വന്നതേ തെറ്റായ ഒരാൾക്ക് വേണ്ടിയിട്ടാ. ദർശൻ പറയും, അകത്ത് ചാകാൻ കിടക്കുന്നവനാണോ പുറത്തേക്ക് വിധി കാത്തിരിക്കുന്നവനാണോ കൂടുതൽ തെറ്റുകാരനെന്ന് മനസ്സിലാക്കാനുള്ള പഠിപ്പൊക്കെ തികഞ്ഞിട്ടാ സാറേ ദാ ഈ കുപ്പായ ഇട്ടത്. MLAക്കും അപ്പൊ സാർ അവനെ പുറത്തേക്ക് എടുക്കുമല്ലേ? ദർശൻ പറയും, എടുക്കും. MLA പറയും, ആയിക്കോ, എടുത്തോ. വാസ്തവന് സന്തോഷേ ഉള്ളൂ. വാസ്തവന്റെ കളിച്ചു തീർക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കോട്ടിന്റെ ആവശ്യമൊന്നുമില്ല സാറേ. അകത്തായാലും പുറത്തായാലും വാസ്തവം കളിക്കും, ജയിക്കുകയും ചെയ്യും. ദർശൻ ചിരിക്കുന്നത് കാണുമ്പോ കോടതിയിൽ സാറ് ജയിച്ച വാസ്തവന്റെ കളി പുറത്ത്, ഇനി സാർ അവിടെ തോറ്റ വാസ്തവന്റെ കളി അകത്ത്. ഒരു വ്യത്യാസമേ ഉള്ളൂ. അകത്തെ കളിയിൽ ചിലപ്പോ ഒരാൾക്ക് മാത്രമേ പരലോകത്തേക്കുള്ള ട്രോഫിയും ടിക്കറ്റും കിട്ടൂ. പുറത്തായാൽ അത് ചിലപ്പോ 2 പേർക്കും കിട്ടും. ഏത്? സാറിന് മനസ്സിലായില്ലേ? ദർശൻ അപ്പോഴും ചിരിക്കുക. എന്തായാലും അടുത്ത ദിവസം സാറ് കോടതിയിലേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ, എടാ വാസ്തവ, അങ്ങേര് അവിടെ നിൽക്കുമ്പോ ദർശൻ പറയും, തന്നെയാടോ. കരഞ്ഞും കാല് പിടിച്ചും കുതുകാല് വെട്ടിയും ജാതിക്കാട് ഇറക്കി നാട്ടുകാരുടെ മുന്നില് പൊടിയിട്ടാൽ പിന്നെ തനിക്കൊക്കെ എന്തുമാവാന്ന് ഒരു വിചാരമുണ്ട്. അത് നിന്റെയൊക്കെ കാശിന്റെയും ഗുണ്ടാപ്പണിയും ഇഷ്ടപ്പെടുന്നവരുടെ അടുത്ത് ചെലവാകും. എന്റെ അടുത്ത് അതൊന്നും നടക്കില്ല വാസ്തവ. താൻ തുടങ്ങിയത് എവിടുന്നാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. രാവിലെ മുതൽ രാത്രി വരെ കള്ളും കുടിച്ച് നടക്കുന്ന ഒരു മുതലാളി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പണ്ട്. കൊല്ലം മുതൽ വിഴിഞ്ഞം വരെയുള്ള ഹാർബറുകളിൽ ഫിഷിംഗ് ബോട്ടുകൾ വാടകയ്ക്ക് കൊടുത്തിരുന്നു. 35-ാം വയസ്സിലെ റോബർട്ട് കരള് പഴുത്ത് ചത്തപ്പോ അയാളുടെ സുന്ദരിയായ ഭാര്യയെ താൻ കയറി അങ്ങ് കെട്ടി. കുട്ടികളില്ലാതിരുന്ന റോബർട്ടിന്റെ സ്വത്തിന് അവകാശികൾ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ താനങ്ങ് മുതലാളിയായി, കാശുകാരനായി. പണക്കാരും രാഷ്ട്രീയക്കാരും പോലീസ് മേധാവികളും കൂട്ടുകാരായി. വേദയുടെ മുത്തശ്ശി ഇടയ്ക്ക് പറയുന്നൊരു വാചകമുണ്ട്, കുണ്ട് കാണാത്തവൻ കുണ്ട് കാണുമ്പോൾ കണ്ട കുണ്ടുകളെല്ലാം സ്വർഗലോകമെന്ന്. അത് കേൾക്കുമ്പോ അയാൾക്ക് ആകെ നാണക്കേടും എന്ന ദേഷ്യമൊക്കെ തോന്നി ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. ഇതിന്റെ നെക്സ്റ്റ് പ്രൊമോല് കാണിക്കുന്നത് കോടതിയിലെ വേദയെ ദർശൻ ഉത്തരം മുട്ടിക്കാട്ടോ. ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വേദ പതറി നിൽക്കുന്നിടത്താണ് ഈ പ്രൊമോ കഴിയുന്നത്. അതിന്റെ ഡീറ്റെയിലിംഗ് റിവ്യൂ നമുക്ക് നെക്സ്റ്റ് ഭാഗത്ത് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്